ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രാഗൺ ബോൾ ഡൈമയുടെ എപ്പിസോഡ് 9ഉം 10ഉമാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഗോക്കു ടെമഗാമിയെ ഡിഫീറ്റ് ചെയ്ത് ആ ഒരു ഡ്രാഗൺ ബോൾ കിട്ടിയതാണ്. അതിനുശേഷം ഇവർ പോകുന്ന വഴി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു. കൂടാതെ ഇവർ ഒരു റൂം മാത്രമാണ് എടുത്തത്. അതിന്റെ കാരണം തന്നെ ഡ്രാഗൺ ബോൾ സേഫ് ആക്കി വെക്കണം എന്നതുകൊണ്ടാണ്. അതായത് ടെമഗാമിയെ നമ്മുടെ ഗോക്കു ഡിഫീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാഗൺ ബോളിന് വേണ്ടി ഒരുപാട് ആൾക്കാർ എങ്ങനെ ഇത് ഗോക്കുവിന്റെ കയ്യിൽ നിന്നും എടുക്കണമെന്ന് കരുതി നമ്മുടെ ഗോക്കുവും ഫ്രണ്ട്സിനെയും ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ഡീമൺസ് ചേർന്ന് അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഗോക്കുവും ഫ്രണ്ട്സും അത് തടയാൻ പോകുന്ന ആ ഒരു ഗ്യാപ്പില് അവിടെ ഉണ്ടായ ഒരു പറക്കുന്ന ഡീമൺ ആ ഒരു ഡ്രാഗൺ ബോൾ എടുത്ത് പോവുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ പാൻസിയുടെ കയ്യിൽ ഡ്രാഗൺ ബോൾ റഡാർ ഉള്ളത് കൊണ്ട് അത് വെച്ച് ട്രാക്ക് ചെയ്ത് നമ്മുടെ ഗോക്കു ആ ഒരു ഡീമണിനെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്ത് ഡ്രാഗൺ ബോൾ എടുത്തിട്ട് വരുന്നു. അങ്ങനെ അവർ റെസ്റ്റ് ഒക്കെ എടുത്ത് രണ്ടാമത്തെ ഡീമണ്ടലത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഡീമണ്ടലത്തിലെത്തിയ വെജീറ്റ, ബുൾമ, പിക്കലോ, ഹൈബീസ് ഇവരൊക്കെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഗോക്കും ഷിന്നൊക്കെ വന്ന സമയത്ത് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇവർക്കും സംഭവിച്ചിട്ടുള്ളത്. വെജീറ്റയും ഫ്രണ്ട്സും ചേർന്ന് തൽക്കാലം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് റൂം എടുക്കുകയും അവിടെ ഉണ്ടായ ഒരു ഡീമൺ നമ്മുടെ വെജീറ്റയുടെ നേരെ കൈവെക്കുമ്പോൾ അവനെ ഇട്ട് പഞ്ഞിക്കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ ഹൈബീസിന്റെ സ്പേസ്ഷിപ്പ് എടുത്ത് ഇവർ അടിച്ചുകൊണ്ട് പോയിട്ടും ഉണ്ടാകും. അങ്ങനെ അതിനുശേഷം ഇവിടെ നമ്മുടെ ഗോമയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോക്കും ഫ്രണ്ട്സും ഡീമണ്ടലത്തിൽ എത്തിയതും അതുപോലെ തന്നെ ടെമഗാമിയെ ഡിഫീറ്റ് ചെയ്ത് ആദ്യത്തെ 3 സ്റ്റാർ ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്തതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോമ അറിയുന്നു. അതോടുകൂടി നമ്മുടെ ഗോമയും നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്. അതിനുശേഷം പിന്നെയും നമ്മുടെ വെജീറ്റ, ബുൾമ, പിക്കലോ, ഹൈബീസ് ഇവരൊക്കെയാണ് കാണിക്കുന്നത്. ഇവരാണെങ്കിൽ സ്പേസ്ഷിപ്പും പോയി ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗോക്കും ഷിന്നും പാൻസി അതുപോലെ ഗ്ലോറിയും ഒക്കെ ഇവരുടെ അടുത്ത് വരുന്നു. അങ്ങനെ വെജീറ്റയുടെ അടുത്ത് വന്ന് ഇവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. നമ്മുടെ ഹൈബീസിന്റെ സ്പേസ്ഷിപ്പ് ആണെങ്കിൽ മറ്റുള്ള ഡീമൺസ് ഓൾറെഡി അവർ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോക്കു വന്ന ആ ഒരു സ്പേസ്ഷിപ്പിൽ പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ ആ ഒരു സ്പേസ്ഷിപ്പിലെ ലഗേജും കാര്യങ്ങളൊക്കെ ഫുൾ ആയതുകൊണ്ട് ഇവർക്ക് ആ ഒരു സ്പേസ്ഷിപ്പിൽ കയറാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോക്കും ഷിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും വാ എന്ന് പറഞ്ഞ് അവർ ഇവിടെ നിന്നും പോകുന്നു. ഇതൊക്കെ കാണുന്ന വെജീറ്റയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഒരു ടെമഗാമിയെ ഡിഫീറ്റ് ചെയ്ത് ഒരു ഡ്രാഗൺ ബോൾ കളക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ഹൈബീസിന്റെ സ്പേസ്ഷിപ്പ് അടിച്ചുകൊണ്ട് പോയ ആ ഒരു ഡീമൺസ് പിന്നെയും വെജീറ്റയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. വെജീറ്റ ഓൾറെഡി ദേഷ്യത്തിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇവരെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇവരെയും ഈസി ആയിട്ട് അടിച്ച് ഡിഫീറ്റ് ചെയ്തു. അവർ അടിച്ചുകൊണ്ട് പോയ ആ ഒരു സ്പേസ്ഷിപ്പും കണ്ടുപിടിച്ചു അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ അനിസുവിനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ മാജിൻ ബു തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും തുടങ്ങിയ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ആ ഒരു പ്രോസസ്സ് പിന്നെയും ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഈ സമയമാണെങ്കിൽ നമ്മുടെ സൈബാമാന്റെ സെൽസും കാര്യങ്ങളും ചേർത്ത് അതുപോലെ തന്നെ മാജിൻ ബുവിന്റെ സെൽസും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു. ഇവന്റെ പേരാണ് മാജിൻ കു. അതായത് ഈ ഡ്രാഗൺ ബോൾ സിയിലൊക്കെ നമ്മൾ സൈബാമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ മാജിൻ ബുവും തമ്മിൽ ഫ്യൂഷൻ ആയാൽ എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു ലുക്കിലാണ് ഇപ്പോൾ മാജിൻ കുവിനെ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെ നമ്മുടെ അനുസോ ആണെങ്കിൽ നമ്മുടെ മാജിൻ ബുവിനേക്കാൾ പവർഫുൾ ആയിരിക്കും ഈ ഒരു മാജിൻ കു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എന്ന് കരുതി നമ്മുടെ 1 സ്റ്റാർ ഡ്രാഗൺ ബോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ടെമഗാമിയുടെ കൂടെ നമ്മുടെ മാജിൻ കു ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ 1 സ്റ്റാർ ഡ്രാഗൺ ബോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ ഒരു ടെമഗാമിയാണ് ടെമഗാമി റോബോട്ട്സിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാജിൻ കുവിനെ ടെമഗാമിയെ ഡിഫീറ്റ് ചെയ്യാനും സാധിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ അനിസുവിന് ഈ ഒരു മാജിൻ കുവിനെ വെച്ച് ഈസി ആയിട്ട് ടെമഗാമിയെ ഡിഫീറ്റ് ചെയ്യാം എന്ന് കരുതി അതും ഫെയിൽ ആയി പോകുന്നു. അങ്ങനെ അതിനുശേഷം അടുത്തതായിട്ട് നമ്മുടെ ഗോക്കുവിനെയാണ് കാണിക്കുന്നത്. ഇവരിപ്പോൾ രണ്ടാമത്തെ ഡീമണ്ടലത്തിൽ എത്തി. അങ്ങനെ അതിനുശേഷം നമ്മുടെ വെജീറ്റയെ നോക്കിക്കഴിഞ്ഞാൽ വെജീറ്റയ്ക്കും ഇവരുടെ സ്പേസ്ഷിപ്പ് കിട്ടി ഇവരും യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മുടെ പിക്കലോയും വെജീറ്റയും ഒക്കെ സംസാരിക്കുന്നത്. ഡെന്റെ ഇപ്പോഴും കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഡ്രാഗൺ ബോൾ യൂസ് ചെയ്യാനും സാധിക്കില്ല. കാക്കറോട്ട് പറഞ്ഞത് ശരിയാണ്. ആദ്യം നമുക്ക് ഈ ഒരു ഡീമൺ വേൾഡിലുള്ള ഡ്രാഗൺ ബോൾ കണക്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെജീറ്റയും പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹൈബീസ് ബുൾമയോട് പറയുന്നത് നിങ്ങളുടെ സ്കിന്നൊക്കെ അത്യാവശ്യം ഷൈനി ആയിട്ടാണ് ഉള്ളത്, നിങ്ങൾ കാണാൻ സുന്ദരിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഗേൾഫ്രണ്ട് ആകാം എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കേണ്ട താമസം വെജീറ്റയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇവർ ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ ഒരു വഴക്കുണ്ടാകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗോക്കു പോകുന്ന ആ ഒരു സ്പേസ്ഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇവരിപ്പോൾ രണ്ടാമത്തെ ഡീമണ്ടലത്തിൽ ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഡീമണ്ടലത്തിനേക്കാൾ ഇവിടെയുള്ള എയർ കുറച്ച് കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ ഡീമണ്ടലത്തിൽ സ്പേസ്ഷിപ്പ് കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഡീമണ്ടലം എടുത്തു നോക്കിയാൽ കൂടുതലായിട്ടും ഇവിടെ വെള്ളമാണ് ഉള്ളത്, ലാൻഡ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കടലിലൊക്കെ ഒരുപാട് സീ മോൺസ്റ്ററും ഉണ്ടാകും എന്നൊക്കെ നമ്മുടെ ഷിന്ന് ഇവരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാൻസി പറയുന്നുണ്ട് ഇവിടെയല്ലേ നമ്മുടെ
ഗ്ലിൻസും അതുപോലെ തന്നെ നാമിക്കൻസും ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതായത് ഗ്ലിൻഡി എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം ഗൈയുടെ ആ ഒരു വംശത്തെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇവർ പോകുന്ന വഴിയാണ് ഗോമയുടെ ആൾക്കാർ പിന്നെയും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗോക്കു ആണെങ്കിൽ സ്പേസ്ഷിപ്പിൽ നിന്നും പുറത്തൊക്കെ ഇറങ്ങി അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴേക്കും വെള്ളത്തിനടിയിൽ നിന്നും നേരത്തെ പറഞ്ഞ ആ ഒരു സീ മോൺസ്റ്റർ പുറത്തേക്ക് വരുന്നു. വന്ന ഉടൻ തന്നെ നമ്മുടെ ഗോക്കുവിന്റെ സ്പേസ്ഷിപ്പ് ഒക്കെ അറ്റാക്ക് ചെയ്യുകയും അത് പിടിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പാൻസി അതിനുള്ളിൽ കുടുങ്ങിപ്പോകും. എന്നാൽ ഗോക്കു ആണെങ്കിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പാൻസിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ പാൻസിയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഡ്രാഗൺ ബോളും സേഫ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ആ ഒരു സ്പേസ്ഷിപ്പ് എടുത്ത് വെള്ളത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഗോക്കു, ഷിൻ, ഗ്ലോറിയോ, പാൻസി ഇവരെല്ലാവരും പറന്നിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഷിന്നും ഗ്ലോറിയോ ഒക്കെ പറയുന്നത് വെജീറ്റയും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ പുറകിൽ തന്നെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാം. അവർ വന്നതിന് ശേഷം അവരുടെ കൂടെ പോകാമെന്നും ഇവർ പ്ലാൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു പ്ലാനറ്റിൽ ഇറങ്ങുന്നു. ഈ ഒരു പ്ലാനറ്റ് ആണ് ശരിക്കും പണ്ട് ഈ ഒരു ഡീമൺസിലെ നാമക്കനൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു സ്ഥലം. നമ്മുടെ ഡ്രാഗൺ ബോൾ സിയിൽ ഗോക്കും ഫ്രീസിയും ഫൈറ്റ് ചെയ്ത ആ ഒരു പ്ലാനറ്റ് ഓർമ്മയല്ലേ? ഏകദേശം അതുപോലെ തന്നെയാണ് ഇതും ഉള്ളത്. അങ്ങനെ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോക്കുവിന് വിശക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാകും. ബാക്കിയുള്ളവരാണെങ്കിൽ ആ ഒരു പ്ലാനറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗോക്കുവിന് പെട്ടെന്ന് വെജീറ്റയുടെ എനർജി സെൻസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെജീറ്റ ഡീമൺ റലൻ 2-ലെത്തി. അങ്ങനെ ഗോക്കു ആണെങ്കിൽ പറന്ന് നമ്മുടെ ഹൈബീസിന്റെ ആ ഒരു സ്പേസ്ഷിപ്പിന്റെ മുന്നിൽ എത്തുന്നു. കൂടാതെ നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഹൈബീസിനോട് ഇവിടെ വലിയൊരു സീ മോൺസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ സ്പേസ്ഷിപ്പ് കുറച്ച് ഉയർത്താനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജീറ്റയും എല്ലാവരും ആ ഒരു നാമക്കൻ പ്ലാനിൽ ഇറങ്ങുന്നു. ഈ സമയമാണ് നമ്മുടെ ഷിന്ന് പറയുന്നത്, അതായത് ഇവിടെ ഉണ്ടായ നാമക്കൻസ് ഒക്കെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, കൂടാതെ പാവപ്പെട്ട ആൾക്കാരുമാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ നമ്മുടെ ഡീമൺ കിങ് ആണെങ്കിൽ ഇവരെ അടിമകളായിട്ടാണ് കണ്ടിരുന്നത്. കൂടാതെ ഈ ഒരു ഡീമണെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് തുടങ്ങിയ ഒരു ഒറിജിനും ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു ഭാഗമാണ്. അതായത് ഒരുപാട് കാലം മുമ്പ് സുപ്രീം ഡീമൺ കിങ് ഉണ്ടായിരുന്നു. ആ ഒരു കിങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലവനായിട്ടുള്ള ഒരാളാണ്. ആ ഒരു ഡീമൺ കിങ്ങിനാണെങ്കിൽ ഈ ഒരു ഡീമണെല്ലാം കുറച്ചും കൂടി വലുതാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് എക്സ്പാൻഡ് ചെയ്യാൻ. അതിനുവേണ്ടി ഈ ഒരു കിങ് സുപ്രീം മാർജിൻ റെയ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വന്നു. അതായത് ഈ ഒരു ഡ്രാഗൺ ബോൾ യൂണിവേഴ്സിലുള്ള മറ്റ് ഗാലക്സീസും യൂണിവേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു മാർജിൻ റെയ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് എന്ന രീതിയിലാണ് നമുക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഡീമൺഡലത്തിൽ ഒരുപാട് ഡീമൺസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഡീമൺഡലത്തിലുള്ള ആൾക്കാർ ഈ ഒരു ഡീമൺഡലം വിട്ട് മറ്റ് ഗാലക്സിയിലേക്കും അതുപോലെ പ്ലാനറ്റിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ റെയ്മസ് ഓരോ ഗ്ലിൻഡിലുള്ള ആൾക്കാരെയും സുപ്രീം ഗൈസായി തെരഞ്ഞെടുത്ത് ഓരോരോ യൂണിവേഴ്സിലേക്ക് അയച്ചത്. കൂടാതെ നമ്മുടെ ഡീമൺഡലത്തിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ഡെബോറയുടെ ഫാദർ ആയിട്ടുള്ള അബോറയാണ് ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം ഡീമൺഡലത്തിലെ ആൾക്കാരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് മോർട്ടൽസ് പുറത്തുള്ള ഗാലക്സിയിലും യൂണിവേഴ്സിലും ഒക്കെ ഉണ്ട്. അവർ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഈ ഒരു നിയന്ത്രണം വെച്ചത് കൊണ്ട് തന്നെ ഇത് ഡീമൺഡലത്തിലുള്ള ഗ്ലിൻഡ് വംശത്തിൽപ്പെട്ട ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഡീമൺഡലം വിട്ട് മറ്റുള്ള ഗാലക്സിയിലേക്ക് പോയത്. നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പറിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാളെ എന്ന് പറയുന്നത് സെനോ എന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമയിൽ റെയ്മസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെയും കാണിച്ചു തന്നത്. സെനോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു റെയ്മസ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേഷൻ എന്ന രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഷിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ വെജീറ്റ പറയുന്നത് അടുത്ത ടെമഗാമിയുടെ അടുത്ത് നമുക്ക് വേഗം തന്നെ പോകണം, എനിക്ക് ടെമഗാമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ ആ ഒരു ഹൈബീസിന്റെ സ്പേസ്ഷിപ്പിൽ എല്ലാവരും തന്നെ കയറി അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമുക്ക് മുൻപ് കാണിച്ചു തന്ന ആ ഒരു നെവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാമക്കനില്ലേ, ആ ഒരു നാമക്കൻ ചിരിക്കുന്നതോടുകൂടി ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഡ്രാഗൺ ബോൾ സൂപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ കാണാതിരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ കാണാൻ വേണ്ടി പറയണം. അതിന്റെ കാരണം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. കാരണം ഈ ഒരു ഡ്രാഗൺ ബോൾ വേൾഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാത്തിന്റെയും ഒറിജിനൊക്കെ ഒരു പരിധി വരെ ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമയിൽ നല്ല രീതിയിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ ബോൾ ഡൈമ എന്ന് പറയുന്നത് കാനോൺ ആയിട്ടുള്ള ഒന്നാണ്. ഡ്രാഗൺ ബോൾ GT വെച്ച് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. ഡ്രാഗൺ ബോൾ Z കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഡൈമ പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.